മഴത്തോരു മുമ്പേടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഔദച്ചായൻ അലീനയെ പറത്തിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ അലീന ഔദച്ചായൻ്റെ മനസ്സ് വരെ കീഴടക്കിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് സ്റ്റാൻലി അപ്പച്ചനോട് കളിയാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാ അലീനയെ പറത്തിക്കാൻ വന്ന ആൾ പറത്തിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ആടാ അവളെ പറത്തിക്കാൻ അവൾക്കെന്താ ചിറകുണ്ടോ, അപ്പത്തെ ഒരു ഹുങ്കിന് പറഞ്ഞു എന്ന് കരുതിയിട്ട് നീ അതൊക്കെ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണോ? എടാ പാവം കൊച്ചാണെടാ, എന്ത് നല്ല കുട്ടിയാണ്. ഇതുപോലുള്ള കുട്ടികളെ കാലത്ത് കണ്ടു കിട്ടാൻ പ്രയാസമാണ്. നിൻ്റെ അമ്മച്ചിയുടെ അതേ പകർപ്പാണ്. നിൻ്റെ അമ്മച്ചിയുടെ അതേ ഒരു പകർപ്പാണെങ്കിൽ നീ കുറച്ച് തയ്യാറേണ്ടി വരും കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് ഔദച്ചായൻ. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം അലീനയോട് മാറ്റി റെഡി ആവാനും എസ്റ്റേറ്റൊക്കെ കാണണ്ടേ, എല്ലായിടും ഒന്ന് കാണിച്ചു തരാം, നമുക്ക് ഒന്നിച്ച് കറങ്ങാൻ പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഔദച്ചായൻ അലീനയെ വിളിക്കുന്നുണ്ട്, എന്താ മോളെ ഇതുവരെ റെഡി ആയിട്ടില്ലേ, നമുക്ക് പോകണ്ടേ, നിൻ്റെ കൂടെ പോകാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ, നിന്നെ അങ്ങ് എനിക്ക് ഒരുപാട് പിടിച്ചു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഔദച്ചായൻ പറയുകയാണ്. അങ്ങനെ പിന്നീട് അവർ പോകാൻ ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് സ്റ്റാൻലി ജീപ്പിൽ ഡ്രൈവറായിട്ട് സ്റ്റാൻലിയാണുള്ളത്. അങ്ങനെ സ്റ്റാൻലി അലീനയോട് മുന്നിൽ കയറി ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പക്ഷേ ഔദച്ചായൻ ഒരു പ്രായമുള്ള മനുഷ്യൻ ആയതുകൊണ്ടും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടും ഔദച്ചായനോട് മുന്നിൽ ഇരിക്കാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാൻലി പറയുന്നുണ്ട്, നിനക്കല്ലേ എല്ലായിടവും കാണണ്ടേ, നീയല്ലേ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്, അപ്പോൾ നീയല്ലേ മുന്നിലിരിക്കണ്ടേ, എന്താ പറഞ്ഞാൽ അനുസരിച്ചൂടെ, അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അലീന മുന്നിൽ തന്നെ ഇരുന്നിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ പിന്നീട് അവർ ഓരോ സ്ഥലവും കണ്ട് അങ്ങ് പോവുകയാണ്. പോകുന്ന സമയത്ത് പല തമാശകളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റബ്ബർ തോട്ടത്തിൽ എത്തുകയാണ്. റബ്ബർ തോട്ടത്തിൽ എത്തുന്ന സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ കാട് പിടിച്ച് നിൽക്കുന്ന ഒരു ഏരിയ ആയിരുന്നു, ഇത് ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഇവിടെ റബ്ബർ വെച്ച് പിടിപ്പിച്ചത് ഞാനാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് കേട്ടപ്പോൾ അലീനക്ക് ചിരിയാണ് വന്നത്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇവിടെ റബ്ബർ പിടിപ്പിച്ചത് പപ്പയാണെന്നോ, ജോലിക്കാരെ കൊണ്ട് പണം കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ലേ, അല്ലാതെ പപ്പ വെച്ച് പിടിപ്പിച്ചതല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് അങ്ങ് വല്ലാതാവുകയാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇവക്കെന്താ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലേ, ബുദ്ധിയില്ലാത്ത പെൺകൊച്ചാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അലീന കുറച്ച് മുന്നോട്ട് ആ കാടും റബ്ബർ തോട്ടമൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻലി ഔദച്ചായനോട് പറയുന്നുണ്ട്, അല്ല ഈ പെൺകൊച്ചിന് ബുദ്ധിക്ക് കുറച്ച് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഔദച്ചായൻ പറയുന്ന മറുപടി, ബുദ്ധിക്ക് കുറച്ച് കുറവൊന്നല്ല, കൂടുതലാണ്, നീ അവളോട് കണ്ടറിഞ്ഞ് കളിച്ചോ, നിൻ്റെ ചിന്നമ്മയുടെ തനി പകർപ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം നീ കുറച്ച് വേർക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി ആകെ എന്തൊരു ഇതാണിത്, ഇവളുടെ സ്വഭാവം പിടികിട്ടുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്.